ഇന്ന് നമുക്കൊരു മാംഗോ ജ്യൂസ് തയ്യാറാക്കാം. നാട്ടിലെ മാങ്ങയൊക്കെ സുലഭമായി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യന്റെ ചൂടും സുലഭമായി കിട്ടുന്നുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ് ചൂട് നമ്മുടെ ശരീരം ഉരുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ശരീരത്തിന് അല്പം ആശ്വാസം കിട്ടാൻ ഇതുപോലുള്ള പാനീയങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ മാംഗോ ജ്യൂസ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 3 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞെടുത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് ഐസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കുടിക്കാൻ കണക്കിന് ലൂസാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇനി ഒരു 2 കപ്പ് ഐസ് വാട്ടർ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. മധുരം ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാര ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് വെള്ളവും. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മാങ്ങയുടെ കട്ടിക്കനുസരിച്ച് നമുക്ക് കുടിക്കുവാൻ കണക്കിന് ലൂസായി കിട്ടത്തക്ക രീതിയിൽ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാംഗോ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കഠിനമായ ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനായിട്ട് ഇതുപോലുള്ള പാനീയങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കളിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള എനർജിക് ആയിട്ടുള്ള ജ്യൂസുകൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഉന്മേഷവും കിട്ടും, ചൂടിൽ നിന്ന് അല്പം ആശ്വാസവും കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.